ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് റവക്കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ 3.5 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ ചേർക്കുവാണ്. നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ മേടിക്കാൻ കിട്ടില്ല, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണെന്നുണ്ടെങ്കിൽ പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 3.5 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവയും അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയയും ചേർക്കുവാണ്. സേമിയ ചേർക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ, 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണ്. 3.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മധുരം കുറവാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ ഇതിലേക്ക് ചേർക്കുവാണ്. അതോടൊപ്പം നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇവിടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുവാണ്. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും കേട്ടോ. സേമിയ ആയാലും അതുപോലെ റവ ആയാലും പെട്ടെന്ന് വെന്ത് കിട്ടും. 5 മിനിറ്റ് മതിയാകും ഇത് വെന്ത് കിട്ടാനായിട്ട്. പാല് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് കുറുകി വരുന്ന സമയം നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഏലക്ക ചതച്ചിട്ട് ചേർക്കുവാണ്. ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കുകയും ചെയ്യും, പാട കെട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ സേമിയ അതുപോലെ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് കുറുകി പോകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഉപ്പ് മസ്റ്റായിട്ട് ചേർക്കാം. ഉപ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്കാണ് റവക്കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. 1 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യിൽ കുറച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനത് പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുവാണ്. നെയ്യ് ചൂടാകുമ്പം അതിലേക്ക് ഞാൻ 3 ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഉള്ളിയുടെ കൂടെ നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്തിട്ട് മൂപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാനതിൽ നട്ട്സ് ചേർത്തിട്ടില്ല, ഉള്ളി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.